ध्यायेद्विस्तृतभालदीप्तवदनं गौरोज्ज्वलश्मश्रुकम् ध्यायेद्विस्तृतभालदीप्तवदनं गौरोज्ज्वलश्मश्रुकम् कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं श्रीकरम् कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं श्रीकरम् चिन्मुद्राङ्कितदीर्घबाहुयुगलं पद्मासनस्थं गुरुं चिन्मुद्राङ्कितदीर्घबाहुयुगलं पद्मासनस्थं गुरुं श्रीभट्टारक तीर्थपादममलं विद्याधिराजं मुनिं श्रीभट्टारक तीर्थपादममलं विद्याधिराजं मुनिम्. ജ്ഞാനപ്രചാരകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാധിരാജ ബിരുദം അദ്ദേഹത്തിന് സമർപ്പിക്കുന്ന ഒരു ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി സർവാരാധ്യനായി വിരാജിക്കുന്ന സന്ദർഭത്തിലാണ് 1882 ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്ര പരിസരത്തിൽ വച്ച് നാണുഗുരു എന്ന പിൽക്കാലത്തെ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ഇടയായത്. അദ്ദേഹം കുമ്മംപള്ളി രാമൻപിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ നിന്ന് രക്താതിസാരം ബാധിച്ച് മടങ്ങി നാട്ടിലെത്തി അദ്ദേഹം അധ്യാപക വൃത്തി അനുഷ്ഠിച്ച് കഴിയുകയാണ്. അതിലേറെ ജ്ഞാന അന്വേഷണത്തിന് ഗുരുവിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ചട്ടമ്പിസ്വാമികളെ കാണുന്നതിന് കൊടിപ്പറമ്പിൽ നാരായണപിള്ളയുടെ സഹായത്തോടുകൂടി അവസരം കിട്ടുന്നത്. അതിനുശേഷം 1882 മുതൽ 1888 അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടക്കുന്നത് വരെ ഇരുവരും സന്തത സഹചാരികളായി ഒരുമിച്ച് തപസ്സു ചെയ്തു. ഒട്ടേറെ കാര്യങ്ങൾ പരസ്പരം കൂടി ആലോചിച്ചു. ഈ 882 കണ്ടപ്പോൾ തന്നെ നാണുഗുരു വികസിച്ചു വരുന്ന എല്ലാ ഗുണങ്ങളും തികഞ്ഞ സന്യാസിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ബാലാസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. കൂടെ കൂട്ടി എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ച് പോയി തൻ്റെ ആലോചനകളെയും വിവേകത്തെയും എല്ലാം ചർച്ച ചെയ്ത് പങ്കുവച്ച് വന്നു. മരുത്വാമലയിൽ പിള്ളത്തടത്തിൽ അരുവിപ്പുറത്തൊക്കെ ഒരുമിച്ച് തപസ്സു ചെയ്തു. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ അവിടെ തുടരുകയും ചട്ടമ്പിസ്വാമികൾ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു പോവുകയുമാണ് ഉണ്ടായത്. 1893 മൂവാറ്റുപുഴയ്ക്കടുത്ത മാറാടി ഗ്രാമത്തിലുള്ള കൊച്ചുനീലകണ്ഠപിള്ള എന്ന ചെറുപ്പക്കാരൻ ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പിൽക്കാലത്തെ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളായി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിലൂടെ വികസിക്കുകയും ചെയ്തു. 1897 വടക്കൻ പറവൂരിൽ വെച്ച് നാണുക്കുറുപ്പിനെ പരിചയപ്പെടുന്നത്. ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമെല്ലാമുള്ള ഉപദേശം കൊടുത്ത് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തെയും ഉപദേശം നൽകി ശിഷ്യനാക്കി. അങ്ങനെയാണ് 1898 ശ്രീ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ എന്ന സന്യാസനാമത്തിൽ അദ്ദേഹം ശിഷ്യനായി തീരുന്നത്. ചട്ടമ്പിസ്വാമികൾ സ്ഥിരമായിട്ട് ഒരിടത്തും തങ്ങുന്ന ശീലമില്ല. അദ്ദേഹം നിത്യസഞ്ചാരിയാണ്. അദ്ദേഹം അങ്ങനെ സഞ്ചാരങ്ങൾ തുടർന്നു. അദ്ദേഹം തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി, എറണാകുളം, തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട വരെയുള്ള പ്രദേശങ്ങളിൽ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. 1913 സ്വാമികളുടെ ഷഷ്ടിപൂർത്തി സമുചിതമായിട്ട് ആഘോഷിച്ചു. അതിനെ തുടർന്ന് എഴുമറ്റൂരിൽ ആശ്രമമുണ്ടായി. തീർത്ഥപാദ സമ്പ്രദായം എന്ന ആചാര്യ പരമ്പര അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ചു. 1892 സുപ്രധാനമായ മറ്റൊരു സംഭവം നമ്മൾ ഓർത്തിരിക്കേണ്ടത് 892 അവസാനം ദിഗ്വിജയിയായ വിവേകാനന്ദ സ്വാമികൾ
എറണാകുളത്ത് വെച്ച് ചട്ടമ്പി സ്വാമികളെ കാണുകയും ഭാരതം മുഴുവൻ താൻ കണ്ട സന്യാസികളോടൊക്കെ ചോദിച്ചിട്ടും സമാധാനം കിട്ടാതിരുന്ന ചിന്മുദ്രയുടെ രഹസ്യം സ്വാമികളിൽ നിന്ന് വാക്കിൽ കൂടെ മാത്രമല്ല അനുഭവത്തിൽ കൂടെ സ്വായത്തമാക്കുകയും ചെയ്ത് ഭ്രാന്താലയമെന്ന് താൻ വിശേഷിപ്പിച്ച ഈ മലയാള നാട്ടിൽ തനിക്ക് ഒരേ ഒരു ദിവ്യപുരുഷനെ, ഒരേ ഒരു പരിണതപ്രജ്ഞനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുകയും ചെയ്ത ആ മഹാസംഭവം 1892 1916 ചട്ടമ്പി സ്വാമികൾ എറണാകുളത്ത് വെച്ച് താമസിക്കുന്ന സന്ദർഭത്തിൽ പൂതാമ്പള്ളി എന്ന കുടുംബത്തിൽ ഒരു ശിശു ജനിച്ചു. ബാലകൃഷ്ണ മേനോൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ ശിശുവാണ് പിൽക്കാലത്തെ സ്വാമി ചിന്മയാനന്ദനായി തീർന്നത്. 1920 തൻ്റെ രണ്ടാമത്തെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥവാദരുടെ സമാധി കരുനാഗപ്പള്ളി താഴത്തോട്ടത്ത് വെച്ച് ഉണ്ടായി. ചട്ടമ്പി സ്വാമികൾ ഗുരുനാഥൻ തന്നെ ശിഷ്യനെ സമാധിയിരുത്തി. അദ്ദേഹം പറഞ്ഞു, മുമ്പൊക്കെ ഞാൻ ഇരിക്കും, ശിഷ്യൻ നിൽക്കും, ഇപ്പോൾ ശിഷ്യൻ ഇരിക്കുന്നു, ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരേ ഒരു ശിവപ്രതിഷ്ഠയാണ് നടത്തിയിട്ടുള്ളത്. അത് ശിഷ്യൻ്റെ സമാധി പീഠത്തിനു മേൽ. 1922 ചട്ടമ്പി സ്വാമികൾ കുമ്പളത്ത് ശങ്കുപിള്ളയുമായി പരിചയപ്പെടുന്നത്. 2 വർഷക്കാലമാണ് കുമ്പളവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത്. കുമ്പളത്തെ കാരണവരെ എന്നാണ് സ്വാമികൾ വിളിക്കുന്നത്. തന്നെക്കാൾ 25 വയസ്സ് പ്രായം കുറഞ്ഞ ആളാണ് കുമ്പളത്ത് ശങ്കുപിള്ള. എന്താണതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ സ്വാമികൾ പറഞ്ഞു, ഒരു പൂർവ്വജന്മത്തിൽ കുടുംബകാരണവരായിരുന്നു ശങ്കുപിള്ള, അതുകൊണ്ടാണ് ഇപ്പോൾ കാരണവർ എന്ന് വിളിക്കുന്നത് എന്ന്. അദ്ദേഹം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥരചന. 27 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ലഭിച്ചിട്ടുണ്ട്. അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം, ആദിഭാഷ, ഒഴിവിലൊടുക്കം തർജ്ജമ, ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത സാരം, കേരളത്തിലെ ദേശനാമങ്ങൾ, ചിതാകാശലയം, ജീവകാരുണ്യ നിരൂപണം, തമിഴകവും ദ്രാവിഡ മാഹാത്മ്യവും, തർക്ക രഹസ്യരത്നം, ദേവീമാനസ പൂജാ സ്തോത്ര വ്യാഖ്യാനം, നിജാനന്ദവിലാസം വിവർത്തനം, പ്രണവവും സാഖ്യദർശനവും, പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം, പ്രാചീന മലയാളം, ബ്രഹ്മതത്വ നിർഭാസം, ഭാഷാ പത്മപുരാണാഭിപ്രായം, ഭൂഗോളശാസ്ത്രം, മലയാളത്തിലെ സ്ഥാനനാമങ്ങൾ, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, ശ്രീചക്രപൂജാകൽപ്പം, ഷൺമത നിരൂപണം, സർവമത സാമരസ്യം, സ്തവരത്ന, ഹാരാവലി എന്നിങ്ങനെ ആണ് അദ്ദേഹത്തിൻ്റെതായി ഭാഷയ്ക്ക് കിട്ടിയ പുസ്തകങ്ങൾ. ഈ നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ പല വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നമുക്ക് സാധിക്കും. ചട്ടമ്പി സ്വാമികൾ വിപ്ലവകാരിയായ സന്യാസിയാണ്. സന്യാസ പാരമ്പര്യത്തെ അദ്ദേഹം വ്യത്യസ്തമായ രീതി നമുക്ക് മുന്നിൽ ആവിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അദ്ദേഹത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. വാക്കുകൾ മാത്രമല്ല, എഴുത്തുകൾ പോലും നിർമ്മിക്കുന്നത് ജനങ്ങളാണ്. എഴുത്തുകൾ നിർമ്മിക്കുന്നതിനുള്ള കാരണമായിരിക്കുന്നത് ജനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളത്രേ. വൈയാകരണന്മാരല്ല, ജനങ്ങളാണ് വ്യാകരണ നിയമങ്ങളുടെ പോലും നിർമ്മാതാക്കൾ. നോക്കുക, എന്തൊരു ജനാധിപത്യ ബോധം, ജനങ്ങളുടെ അവകാശബോധം, ജനങ്ങൾക്കിടയിലെ സമത്വബോധം പ്രതിഫലിപ്പിക്കുന്നവയാണ് സ്വാമികളുടെ വാക്കുകളെന്ന്. ഇതാണ് മലയാളത്തിലെ ജനകീയ വ്യാകരണ രചനയ്ക്ക് അദ്ദേഹം കാരണക്കാരനായത്, ജനവ്യവഹാര ഭാഷ സ്വീകരിക്കാൻ ഇടയായത്. വരേണ്യരുടെ ഭാഷയെയും വ്യവഹാരത്തെയും നിരാകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഭാഷയിൽ, ഗദ്യഭാഷയിൽ അദ്ദേഹം തൻ്റെ രചനകൾ നിർവഹിച്ചതിൻ്റെ ഒക്കെ യുക്തി ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, മർക്കടമുഷ്ടി പിടിക്കാതെ ഇച്ഛിക്കുന്ന എല്ലാവർക്കും ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നത് തന്നെ പരമധർമ്മമെന്നും പരമകരുണയെന്നും ഉറച്ച് അപ്രകാരം അനുഷ്ഠിക്കേണ്ടതാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്നിരിക്കുന്ന വിദ്യാവിതരണ സമ്പ്രദായത്തെ നിഷേധിക്കുകയും അതിനു പകരം മറ്റൊന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതിന് ആണ് ഈ വാക്കുകൾ സന്ദേശം തരുന്നത്.
ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് യഥാർത്ഥ വിപ്ലവകാരി, യഥാർത്ഥ വിപ്ലവ സന്യാസി എന്ന് സ്വാമികളെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. അദ്ദേഹം സന്യാസിയായ ഗുരുവിൽ നിന്ന് സന്യാസം സ്വീകരിച്ചില്ല. അതുകൊണ്ട് മറ്റു സന്യാസിമാരെ പോലെ പൂർവാശ്രമ നാമം അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നില്ല. സാധാരണ നമ്മൾ കാണുന്ന സന്യാസിമാരൊക്കെ ഗുരുവിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചാൽ പൂർവാശ്രമത്തിലെ നാമം ഉപേക്ഷിച്ചിട്ട് പുതിയ സന്യാസ നാമത്തിലാണ് അറിയപ്പെടുന്നത്. സ്വാമികൾ കുട്ടിക്കാലം മുതൽ നാട്ടുകാർ വിളിച്ച പേരിൽ തന്നെയാണ് അവസാനം വരെ കഴിഞ്ഞത്. അതിൻ്റെ കാരണം ഒരു സന്യാസിയായ ഗുരുവിൽ നിന്ന് അദ്ദേഹം സന്യാസം സ്വീകരിക്കാൻ ഇടയായില്ല, എങ്കിലും പരിപൂർണനായി തീർന്നു എന്നതാണ്. കേരളം കണ്ട ആദ്യത്തെ മതവിശ്വാസ വിമർശകൻ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ചട്ടമ്പി സ്വാമികൾ. മലയാളം ദർശിച്ച ആദ്യത്തെ മതനിരൂപകനാര്? ആ ചോദ്യത്തിനും ഉത്തരം ഒന്നു തന്നെ, ചട്ടമ്പി സ്വാമികൾ. മലയാള ഭാഷയിലെ ആദ്യത്തെ വേദാന്ത ഗ്രന്ഥകാരൻ, മലയാള ഭാഷയിൽ വേദാന്ത ഗ്രന്ഥം ആദ്യമായി രചിച്ച മനുഷ്യനും ചട്ടമ്പി സ്വാമികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജഗദ്ഗുരു ശങ്കരാചാര്യരെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം സംസ്കൃതത്തിലായിരുന്നു. അതേ നിലവാരമുള്ള കൃതികൾ മലയാളത്തിൽ ചട്ടമ്പി സ്വാമികളാണ് രചിച്ചത്. അതുകൊണ്ടാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ വേദാന്ത ഗ്രന്ഥകാരൻ എന്ന അദ്ദേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ അബ്രാഹ്മണ മതനിരൂപകനും ചട്ടമ്പി സ്വാമികളാണ്. ബ്രാഹ്മണേതരനായ മതനിരൂപകനും ചട്ടമ്പി സ്വാമികൾ. ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥയുടെ ആണിക്കല്ല് പിഴുതെറിയാൻ സഹായകമായി അദ്ദേഹത്തിൻ്റെ രചന, പ്രത്യേകിച്ചും പ്രാചീന മലയാളവും വേദാധികാര നിരൂപണവും. അങ്ങനെയുള്ള ഒരു പുതിയ സമൂഹ സൃഷ്ടിക്ക് താത്വികമായ ഗ്രന്ഥം എന്ന നിലയിൽ ഈ പുസ്തകങ്ങൾ പ്രയോജനപ്പെട്ടു. അങ്ങനെ ഒരു പുതിയ സമൂഹം സൃഷ്ടിക്കുന്നതിൻ്റെ അടിത്തറ പടുത്തുയർത്തിയത് അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളാണ്. ഗദ്യഭാഷ ആണ് തൻ്റെ താത്വിക ആയുധം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് പ്രയോഗിച്ചു. സാമൂഹികമായ അനീതിക്കെതിരെ ആദ്യത്തെ വിപ്ലവ ആഹ്വാനം മലയാള ഭാഷയിൽ, ഗദ്യഭാഷയിൽ മുഴക്കിയതും ചട്ടമ്പി സ്വാമികളാണ്. ബ്രാഹ്മണർക്ക് മാത്രമേ സന്യാസി ആകാൻ സാധിക്കുകയുള്ളൂ, സന്യാസാധികാരം ബ്രാഹ്മണർക്ക് മാത്രമാണ് എന്ന് വിശ്വസിച്ച ശങ്കരാചാര്യ സ്വാമികളോട് ചട്ടമ്പി സ്വാമികൾ വിയോജിച്ചു. അത് മലയാളത്തിൽ, കേരളത്തിൽ ആദ്യം കണ്ട സംഭവമാണ്. തീർത്ഥവാദ സമ്പ്രദായം എന്ന വിപ്ലവ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ അർത്ഥത്തിലല്ല, അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആധ്യാത്മിക സംഘടനാ സംവിധാനം, പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹഫലമായിട്ട് ഇവിടെ സ്ഥാപിതമായി. ഭാരത നവോത്ഥാനത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസരും അദ്ദേഹത്തിൻ്റെ ശിഷ്യോത്തമനായ വിവേകാനന്ദ സ്വാമികളും അവരുടെ ശിഷ്യന്മാരും കൂടി എങ്ങനെയാണോ ക്രിയാത്മകമായി പ്രവർത്തിച്ച് ഭാരത നവോത്ഥാനം സാധ്യമാക്കിയത്, അതേ മട്ടിലാണ് കേരള നവോത്ഥാനം സാധ്യമാകുന്നതിന് ചട്ടമ്പി സ്വാമിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയും പ്രവർത്തിച്ചത്. കേരള നവോത്ഥാനത്തിന്, ഹിന്ദു നവോത്ഥാനത്തിന്, കൂടുതൽ സൂക്ഷ്മമായി പറഞ്ഞാൽ നായർ നവോത്ഥാനത്തിന് വരെ പ്രയോജകീഭവിച്ചവയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. സ്വാമികൾ ഒരു സമുദായവുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടുന്ന ആളല്ല. അദ്ദേഹം അതെല്ലാം അതിക്രമിച്ച് നിന്നയാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗവേഷണ ഫലമായിട്ടുള്ള സത്യവിളംബരങ്ങൾ അദ്ദേഹം ജനിച്ച സമുദായത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും വീര്യവും വീണ്ടെടുക്കുന്നതിന് പ്രയോജനപ്പെടുത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വിപ്ലവകാരിയായ സന്യാസി എന്നും അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടുകൂടി ആരംഭിച്ച തീർത്ഥവാദ സമ്പ്രദായം, വിപ്ലവ പ്രസ്ഥാനം എന്നും വിശേഷിപ്പിക്കപ്പെടാൻ ഇടയായത്.